PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോപ്പറേറ്റീവ് ലോയിൽ നിന്നും 6ാമത്തെ ചാപ്റ്ററാണ്. 5 വരെയുള്ള ചാപ്റ്റർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 6ാമത്തെ ചാപ്റ്റർ സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സഹകരണ സംഘങ്ങൾക്ക് സർക്കാരിൻ്റെ സഹായം. 42 മുതൽ 54 വരെയുള്ള സെക്ഷൻസാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഈ ചാപ്റ്ററിൽ റൂൾ ഇല്ലാത്ത ചാപ്റ്ററാണ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സെക്ഷൻ 42 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് സെക്ഷൻ 42 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. സംഘങ്ങളിൽ സർക്കാരിനുള്ള നേരിട്ടുള്ള പങ്കാളിത്തം, അതാണ് 42 പറയുന്നത്. സഹകരണ സംഘങ്ങളുടെ ഷെയർ ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യും. അങ്ങനെയാണ് ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് കിട്ടുന്നത്. ദ ഗവൺമെൻറ് മേ സബ്സ്ക്രൈബ് ഡയറക്ട്ലി ടു ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികളുടെ ഷെയറുകൾ ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുന്നു. അതാണ് ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ KCS ആക്ടിൻ്റെ സെക്ഷൻ 42 പറയുന്നത് ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ് ഡീൽസ് വിത്ത് സെക്ഷൻ ഡാഷ്. ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ് ഡീൽസ് വിത്ത് സെക്ഷൻ ഡാഷ്. ഉത്തരം സെക്ഷൻ 43. സെക്ഷൻ 42 ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പും സെക്ഷൻ 43 ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പുമാണ് പറയുന്നത്. ഗവൺമെൻറ് മറ്റ് സൊസൈറ്റികളുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി അപ്പെക്സ് സൊസൈറ്റികൾക്ക് ഫണ്ട് കൊടുക്കുന്നു. അങ്ങനെ നേരിട്ടല്ലാത്ത പങ്കാളിത്തം, അങ്ങനെ ഗവൺമെൻറ്റിന് സൊസൈറ്റികളിലുള്ള നേരിട്ടല്ലാത്ത പങ്കാളിത്തത്തെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 43 സെക്ഷൻ 43 ഡീൽസ് വിത്ത് ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. The government may provide funds to a society for the purchase of shares in other societies with a limited liability. Government indirectly purchases shares of societies through apex or central societies. അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റികളിലൂടെ മറ്റ് സൊസൈറ്റികളുടെ ഷെയർ ഗവൺമെൻറ് പർച്ചേസ് ചെയ്യുന്നു. അതാണ് ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ സെക്ഷൻ 42 ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പും സെക്ഷൻ 43 ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ്റുമാണ് പറയുന്നത്. സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് റെക്കമെൻഡേഷൻസ് ഓഫ് ഡാഷ്. സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് റെക്കമെൻഡേഷൻസ് ഓഫ് ഡാഷ്. ഉത്തരം ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അല്ലെങ്കിൽ ഗോർവാല കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷനാണ് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ്. സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്. 1951 RBI അപ്പോയിൻ്റ് ചെയ്ത കമ്മിറ്റിയാണ് ഗോർവാല കമ്മിറ്റി അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. AD ഗോർവാല ആയിരുന്നു ഇതിൻ്റെ ഹെഡ്. ഇവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1954 മാഗ്ന കാർട്ട ഓഫ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ഫോർമേഷൻ ഓഫ് SBI, ക്രോപ്പ് ലോൺ സിസ്റ്റം, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ്, നാഷണൽ കോപ്പറേറ്റീവ് വെയർഹൗസിംഗ് ബോർഡ്, ഫോർമേഷൻ ഓഫ് ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, ക്രിയേഷൻ ഓഫ് വേരിയസ് ഫണ്ട്സ്, ഇതെല്ലാം ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ്. അപ്പോൾ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷനാണ് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫീച്ചറാണ് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ്. സ്റ്റേറ്റ് ഈസ് ആൻ ഈക്വൽ പാർട്ട്ണർ ഇൻ ദ സൊസൈറ്റി. മറ്റ് പാർട്ട്നേഴ്സിനെ പോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് റെക്കമെൻഡേഷൻസ് ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഡീൽസ് വിത്ത് സെക്ഷൻ ഡാഷ്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഡീൽസ് വിത്ത് സെക്ഷൻ ഡാഷ്. ഉത്തരം സെക്ഷൻ 44. സെക്ഷൻ 44 പറയുന്നത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ചാണ്. അപ്പെക്സ് സൊസൈറ്റി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്ന ഫണ്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന പേരിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സെൻട്രൽ സൊസൈറ്റികൾക്ക് മറ്റ് സൊസൈറ്റികളുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ഫണ്ടിൻ്റെ ഒരു ഭാഗം കൊടുക്കുന്നു.
അപ്പെക്സ് സൊസൈറ്റികൾ ഡയറക്റ്റായിട്ട് ഷെയർ പർച്ചേസ് ചെയ്യുന്നു. പിന്നെ ഗവൺമെൻറ്റിന് റീപേയ്മെൻറ്റ് നടത്തുന്നു. ഫണ്ടിൻ്റെ ഒരു ഭാഗം ഗവൺമെൻറ്റിലേക്ക് റീപേയ്മെൻറ്റും കൊടുക്കുന്നു. അതാണ് ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പെക്സ് സൊസൈറ്റികളാണ്. An apex society which is provided with money by the government under section 43 shall with such money establish a fund to be called principal state partnership fund. സെക്ഷൻ 43 പറയുന്നത് ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ആണ്. ഇങ്ങനെ ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പിലൂടെ കിട്ടുന്ന ഫണ്ട് അപ്പെക്സ് സൊസൈറ്റികൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന പേരിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഡയറക്ട്ലി പർച്ചേസിങ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റിയുള്ള സൊസൈറ്റികളുടെ ഷെയർസ് ഈ അപ്പെക്സ് സൊസൈറ്റികൾ പർച്ചേസ് ചെയ്യുന്നു. 2, പ്രൊവൈഡിങ് മണി ടു എ സെൻട്രൽ സൊസൈറ്റി ടു ഇനേബിൾ ദാറ്റ് സൊസൈറ്റി ടു പർച്ചേസ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. മറ്റ് സൊസൈറ്റികളുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി സെൻട്രൽ സൊസൈറ്റികൾക്ക് ഫണ്ട് കൊടുക്കുന്നു. ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൻ്റെ ഒരു ഭാഗം സെൻട്രൽ സൊസൈറ്റികൾക്ക് കൊടുക്കുന്നു. പിന്നെ മേക്കിംഗ് പേയ്മെൻറ്റ് ടു ദ ഗവൺമെൻറ് ഇൻ കണക്ഷൻ വിത്ത് റീഫണ്ട് ഓഫ് ഷെയർസ്. ഈ ഷെയർസിൻ്റെ റീഫണ്ട് എന്ന നിലയിൽ ഗവൺമെൻറ്റിന് പേയ്മെൻറ്റ് കൊടുക്കുന്നു. ഇതൊക്കെയാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൻ്റെ യൂസേജ്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 44. അടുത്തത് സെക്ഷൻ 45 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത്. സെക്ഷൻ 45 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. സെക്ഷൻ 44 പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടാണ്. സെക്ഷൻ 45 പറയുന്നത് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടാണ്. അതായത് അപ്പെക്സ് സൊസൈറ്റികൾ ഷെയർ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ സൊസൈറ്റികൾക്ക് കൊടുക്കുന്ന ഫണ്ട് സെൻട്രൽ സൊസൈറ്റികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന പേരിലാണ്. അപ്പോൾ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെൻട്രൽ സൊസൈറ്റികളാണ്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പെക്സ് സൊസൈറ്റികളും സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെൻട്രൽ സൊസൈറ്റികളുമാണ്. സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഈസ് മെയിൻറ്റെയിൻ ബൈ എ സെൻട്രൽ സൊസൈറ്റി ബൈ യൂസിംഗ് ദ ഫണ്ട് റിസീവ്ഡ് ഫ്രം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നും കിട്ടുന്ന ഒരു ഭാഗമാണ് സെൻട്രൽ സൊസൈറ്റികൾക്ക് അപ്പെക്സ് സൊസൈറ്റികൾ കൊടുക്കുന്നത്. സെൻട്രൽ സൊസൈറ്റികൾ ഈ ഫണ്ട് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന പേരിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവരിതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പർച്ചേസ് ഓഫ് ഷെയർസ് ഇൻ പ്രൈമറി സൊസൈറ്റീസ്. പ്രൈമറി സൊസൈറ്റീസിന് ഷെയർ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ സൊസൈറ്റികൾ ഈ ഫണ്ട് ഉപയോഗിക്കുന്നു. പിന്നെ മേക്കിംഗ് റീപേയ്മെൻറ്റ് ടു അപ്പെക്സ് സൊസൈറ്റി ഇൻ കണക്ഷൻ വിത്ത് റീഫണ്ട് ഓഫ് ഷെയർസ് ഓർ അതർവൈസ്. ഈ ഷെയർസിൻ്റെ റീഫണ്ട് എന്ന നിലയിൽ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൻ്റെ ഒരു ഭാഗം അപ്പെക്സ് സൊസൈറ്റികൾക്ക് തിരികെ നൽകുന്നു. അതാണ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൻ്റെ ഉപയോഗം. പർച്ചേസ് ഓഫ് ഷെയർസ് ഇൻ പ്രൈമറി സൊസൈറ്റീസ്. 2, മേക്കിംഗ് റീപേയ്മെൻറ്റ് ടു അപ്പെക്സ് സൊസൈറ്റി ഇൻ കണക്ഷൻ വിത്ത് റീഫണ്ട് ഓഫ് ഷെയർസ്. സെക്ഷൻ 46 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത്. സെക്ഷൻ 46 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ്. ഷെയർ പർച്ചേസ് ചെയ്യുന്നതിന് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. അത് പറയുന്നത് സെക്ഷൻ 46 ഗവൺമെൻറ്റിൻ്റെ റൈറ്റിങ്ങിലുള്ള അപ്രൂവൽ വേണം. ദ പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദ ഗവൺമെൻറ് ഇൻ റൈറ്റിംഗ് ഈസ് ടു ബി ഒബ്റ്റെയിൻഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയർസ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ദ മണി ഇൻ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഓർ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ച് അപ്പെക്സ് സൊസൈറ്റികൾ ഷെയർ പർച്ചേസ് ചെയ്യുന്നതിനും സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ച് സെൻട്രൽ സൊസൈറ്റികൾ ഷെയർ പർച്ചേസ് ചെയ്യുന്നതിനും ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. അത് റൈറ്റിങ്ങിലുള്ള അപ്രൂവൽ വേണം എന്ന് പറയുന്നത് സെക്ഷൻ 46 അപ്പോൾ KCS ആക്ടിൻ്റെ സെക്ഷൻ 46 പറയുന്നത് അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ്. സെക്ഷൻ 47 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത്. സെക്ഷൻ 47 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് സെർട്ടൻ ഷെയർസ്. ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് സെർട്ടൻ ഷെയർസ് പറയുന്നത് സെക്ഷൻ 47 അതായത് ഷെയർ പർച്ചേസ് ചെയ്യുമ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി
സൊസൈറ്റികളുടെ ഷെയർസാണ് പർച്ചേസ് ചെയ്യുന്നത്. The liability in respect of shares purchased directly by the government or indirectly through the apex society shall be limited to the amount of actually paid as share capital. ഗവൺമെൻറ് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റികൾ വഴി പർച്ചേസ് ചെയ്യുന്നതും ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികളുടെ ഷെയർസാണ്. അതായത് ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കണം. ലയബിലിറ്റി ലിമിറ്റഡ് ടു ദ എമൗണ്ട് ആക്ച്വലി പെയ്ഡ് ആസ് ഷെയർ ക്യാപിറ്റൽ. സെക്ഷൻ 47 പറയുന്നത് ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് സെർട്ടൻ ഷെയർസ്. റെസ്ട്രിക്ഷൻ ഓൺ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഡീൽസ് വിത്ത് സെക്ഷൻ ഡാഷ്. റെസ്ട്രിക്ഷൻസ് ഓൺ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഡീൽസ് വിത്ത് സെക്ഷൻ ഡാഷ്. ഉത്തരം സെക്ഷൻ 48. സെക്ഷൻ 48 പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ്. ഗവൺമെൻറ് സൊസൈറ്റികളുടെ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നു. ഗവൺമെൻറ്റിന് ഡിവിഡൻഡ് കിട്ടുന്നത് മറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന അതേ ഡിവിഡൻഡാണ്. ദ അപ്പെക്സ് സൊസൈറ്റി ഓർ ദ സെൻട്രൽ സൊസൈറ്റി വിച്ച് ഹാസ് പർച്ചേസ്ഡ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റീസ് വിത്ത് ദ മണി ഓഫ് ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് or subsidiary state partnership fund is entitled to get the same rate of dividend as may be paid to other members. മറ്റ് മെമ്പേഴ്സിന് കൊടുക്കുന്ന അതേ റേറ്റ് ഡിവിഡൻ്റാണ് ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചും അതുപോലെ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചും വാങ്ങുന്ന ഷെയറുകൾക്ക് കിട്ടുന്നത്. അപ്പോൾ സെക്ഷൻ 48 പറയുന്നത് റെസ്ട്രിക്ഷൻസ് ഓൺ റേറ്റ് ഓഫ് ഡിവിഡൻ്റ് ആണ്. ദ കസ്റ്റോഡിയൻ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, ഇങ്ങനൊരു ചോദ്യം വരികയാണെങ്കിൽ ഉത്തരം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദ കസ്റ്റോഡിയൻ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. സെക്ഷൻ 49 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത്. സെക്ഷൻ 49 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം ഇൻഡംനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ്. ഇൻഡംനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ്. അപ്പെക്സ് സൊസൈറ്റികളുടെയും സെൻട്രൽ സൊസൈറ്റികളുടെയും നഷ്ടപരിഹാരം. അതായത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ച് ഷെയർ വാങ്ങിയിട്ടുള്ള അപ്പെക്സ് സൊസൈറ്റികളും സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ച് ഷെയർ വാങ്ങിയിട്ടുള്ള സെൻട്രൽ സൊസൈറ്റികളും ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ, ലിക്വിഡേഷൻ നടക്കുന്ന സമയത്ത് സെൻട്രൽ സൊസൈറ്റികൾക്ക് പിരിഞ്ഞു കിട്ടിയ തുക അപ്പെക്സ് സൊസൈറ്റികളിലേക്കും അപ്പെക്സ് സൊസൈറ്റികളിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയ തുക ഗവൺമെൻറ്റിലേക്കും തിരികെ നൽകണം. അതാണ് സെക്ഷൻ 49 പറയുന്നത് ഇൻഡംനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ്. ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ് ഈസ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട് 1969. ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ് ഈസ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട് 1969. ഉത്തരം സെക്ഷൻ 50. സെക്ഷൻ 50 പറയുന്നത് ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ്. സെക്ഷൻ 51 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത്. സെക്ഷൻ 51 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം ഡിസ്പോസൽ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. അപ്പെക്സ് സൊസൈറ്റികളുടെയും സെൻട്രൽ സൊസൈറ്റികളുടെയും വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൻ്റെയും സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൻ്റെയും ഡിസ്പോസൽ, അതാണ് സെക്ഷൻ 51 പറയുന്നത്. അതായത് അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ആൻ അപ്പെക്സ് സൊസൈറ്റി ഓൾ മണി ടു ദ ക്രെഡിറ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഷാൽ ബി പെയ്ഡ് ടു ദ ഗവൺമെൻറ്. അപ്പെക്സ് സൊസൈറ്റികളുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലുള്ള തുക ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണം. അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് എ സെൻട്രൽ സൊസൈറ്റി all money to the credit of subsidiary state partnership fund shall be credited in the principal state partnership fund. സെൻട്രൽ സൊസൈറ്റികളുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലുള്ള തുക പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. അതാണ് സെക്ഷൻ 51 പറയുന്നത് ഡിസ്പോസൽ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. Agreements by government and apex society is as per section dash of KCS Act. Agreements by government and apex societies is as per section dash of KCS Act. Section 52.
സെക്ഷൻ 52 പറയുന്നത് എഗ്രിമെൻറ്റ് ബൈ ഗവൺമെൻറ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റീസ്. ദിസ് സെക്ഷൻ പെർമിറ്റ്സ് ദ ഗവൺമെൻറ്, അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി ടു മേക്ക് എഗ്രിമെൻറ്റ് വിത്ത് ദ പാർട്ടിസിപ്പേറ്റിംഗ് സൊസൈറ്റി സെറ്റിംഗ് ഔട്ട് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പാർട്ടിസിപ്പേഷൻ. സെക്ഷൻ 52 പറയുന്നത് എഗ്രിമെൻറ്റ് ബൈ ഗവൺമെൻറ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റീസ്. സെക്ഷൻ 53 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് സെക്ഷൻ 53 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റീസ്. അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റീസ്, സഹകരണ സംഘങ്ങൾക്ക് സർക്കാരിൻ്റെ മറ്റ് സഹായങ്ങൾ, അതാണ് സെക്ഷൻ 53 പറയുന്നത്. അതായത് ഗവൺമെൻറ് സഹകരണ സംഘങ്ങൾക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുന്നു. ഗ്യാരണ്ടി ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പാൾ ആൻഡ് ഇൻട്രസ്റ്റ് ദെയറോൺ ഓൺ ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രിൻസിപ്പാൾ ആൻഡ് ഇൻട്രസ്റ്റ് എമൗണ്ടിന് ഗ്യാരണ്ടി കൊടുക്കുന്നു. ഗ്യാരണ്ടി ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി ആൻഡ് ഡിവിഡൻസ് ദെയറോൺ. ഗ്യാരണ്ടി ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പാൾ ആൻഡ് ഇൻട്രസ്റ്റ് ദെയറോൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ്. Guarantee for the repayment of deposits received by a society and payment of interest thereon. Any other forms of financial assistance to a society including subsidies. ഇതൊക്കെയാണ് അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റീസിൽ ഉൾപ്പെടുന്നത്. സർക്കാരിന് സഹകരണ സംഘങ്ങൾക്ക് സർക്കാർ കൊടുക്കുന്ന മറ്റ് ധനസഹായം അതിൽ ഉൾപ്പെടുന്നത് ടു ഗീവ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഗ്യാരണ്ടി ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പാൾ ആൻഡ് ഇൻട്രസ്റ്റ് thereon on debentures, guarantee for the repayment of share capital of a society and dividends thereon, guarantee for the repayment of principal and interest thereon on loans and advances, guarantee for the repayment of deposits received by a society and payment of interest thereon, any other forms of financial assistance to a society including subsidies. Dash is the amount given by government in which there is no repayment expected. Dash is the amount given by government in which there is no repayment expected. അതായത് ഗവൺമെൻറ് കൊടുത്ത ഫണ്ട് റീപേയ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടാത്ത ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്, ഉത്തരം ഗ്രാൻറ്റാണ്. സബ്സിഡി എന്ന് വെച്ചാൽ കുറച്ച് ഭാഗം റീപേ ചെയ്യേണ്ടാത്തതാണ്, പൂർണ്ണമായിട്ടല്ല, കുറച്ച് ഭാഗം റീപേ ചെയ്യേണ്ടാത്ത ഗവൺമെൻറ്റിൻ്റെ അസിസ്റ്റൻസ് ആണ് സബ്സിഡി എന്ന് പറയുന്നത്. എന്നാൽ ഗ്രാൻറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും റീപേയ്മെൻറ്റ് ഇല്ലാത്തതാണ്. അപ്പോൾ ഗ്രാൻറ്റും സബ്സിഡിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഗ്രാൻറ്റ് ഈസ് ദ എമൗണ്ട് ഗിവൺ ബൈ ഗവൺമെൻറ് ഇൻ വിച്ച് ദർ ഈസ് നോ റീപേയ്മെൻറ്റ് എക്സ്പെക്റ്റഡ്. സബ്സിഡി എന്ന് വെച്ചാൽ എമൗണ്ട് ഗിവൺ ബൈ ബാങ്ക് ബട്ട് എ പാർട്ട് ഓഫ് വിച്ച് ഈസ് നോട്ട് റീപേയബിൾ. സെക്ഷൻ 54 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് സെക്ഷൻ 54 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 43 to 52 ഓവർറൈഡ് അതർ ലോസ്. വേറൊരു ലോ അനുസരിച്ചും 43 മുതൽ 52 വരെയുള്ള സെക്ഷൻസ് നടപ്പിലാക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല. അതാണ് സെക്ഷൻ 54 പറയുന്നത്. പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 43 to 52 ഓവർറൈഡ് അതർ ലോസ്. അപ്പോൾ കോപ്പറേറ്റീവ് ലോയിൽ നിന്നും 6ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്, സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 42 മുതൽ 54 വരെയുള്ള സെക്ഷൻസാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.